അസ്സലാമു വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കറക്റ്റായിട്ട് വീഡിയോസൊന്നും ഇടാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതിനാദ്യം തന്നെ സോറി പറയാണ്. അപ്പോൾ എന്തായാലും പുതിയ വ്ളോഗ് തുടങ്ങാം അല്ലേ. എന്നത്തെയും പോലെ ഇന്നും ചായ വയ്ക്കുന്നതിൽ നിന്ന് തന്നെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിസ്കാരത്തിന് എണീക്കുമ്പോൾ ഇപ്പോൾ ഫോണൊന്നും എടുക്കാനായിട്ട് തോന്നുന്നില്ല. ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ വീഡിയോസിൽ ആഡ് ചെയ്യാത്തത്. പിന്നെ ഞാൻ ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൻ്റെ കുപ്പിയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, എനിക്ക് ആദ്യം ആക്കി തരണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേഗം ഞാൻ അവനിക്ക് വേണ്ട ചായയൊക്കെ ചൂടാറ്റി കൊടുത്തു. അല്ലെങ്കിൽ എന്നെ സമാധാനത്തിലൊന്നും ചെയ്യാനായിട്ട് അയക്കില്ല. ചായ വേണമെന്നുള്ള വാശിയിൽ അങ്ങനെ നിൽക്കും. പിന്നെ ഇത് ചായയല്ല, ബൂസ്റ്റാണ്. പറയുന്ന ആ ഒരു ഫ്ലോയിൽ ചായ എന്ന് വരുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി ലൈഫ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. ചായയൊക്കെ റെഡിയാക്കി ജനലരികത്ത് നിന്ന് ചായയൊക്കെ കുടിച്ചു. എന്നിട്ടാണ് അടുക്കളയിലേക്ക് പോയത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി. ചമ്മന്തി ഏകദേശം എല്ലാവരും ഇങ്ങനെ തന്നെ ആവുമല്ലേ ഉണ്ടാക്കാറ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ വലിയുള്ളി ചേർത്ത് കൊടുക്കും. വലിയുള്ളിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വഴണ്ട് വന്നാൽ പിന്നെ കറിവേപ്പില, മല്ലിയില, തക്കാളി ചേർത്ത് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വാട്ടിയെടുക്കും. വാട്ടിയെടുത്ത് കഴിഞ്ഞാലാണ് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉണക്കമുളക് ഇപ്പോൾ ചേർക്കാറില്ല, പകരം മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കാറ്. എനിക്ക് മുളക് പൊടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് ഒരു അളവ് മനസ്സിലായി കിട്ടുക. എരിവ് കൂടിപ്പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഉണക്കമുളക് ചേർക്കാത്തത്. എല്ലാവരും ഉണക്കമുളക് ചേർത്തിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഞാനിവിടെ മുളക് പൊടിയാണ് എപ്പോഴും ചേർക്കാറ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണല്ലോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ അത് കുറച്ച് അധികമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വോയിസ് കൊടുക്കുന്നത് വരെ ഒരു പക്ഷിൻ്റെയും കോഴിൻ്റെയും ഒന്നും സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണോ എല്ലാം കൂടെ ഒന്നിച്ച് കൂവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ദോശയൊക്കെ ചുട്ടെടുക്കാമെന്ന് കരുതി ദോശപ്പാനിൽ ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ചില സമയത്ത് ദോശ വിട്ട് കിട്ടാൻ ചെറുതായി ഒരു മടി കാണിക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ വേഗം വിട്ട് കിട്ടുമല്ലോ. പിന്നെ കനം കുറച്ച് നൈസായിട്ട് ദോശമാവ് ഒഴിച്ച് ചുട്ടെടുക്കുന്നുണ്ട്. 2 സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നും. ഗോതമ്പ് ആയതുകൊണ്ടാണ് 2 സൈഡും മറിച്ചിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 2 സൈഡും മറിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പിന്നെ ദോശ ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കും. ദോശയും ഇഡ്ഡലിയൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലുള്ള എളുപ്പ വഴികളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇന്ന് ടൗണിൽ പോവേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യാനുള്ള പണികളൊക്കെ ചടപടേന്ന് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസും മറ്റു കാര്യങ്ങളും ഒന്നും ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പാർട്സായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചൂട് ദോശയും അടിപൊളി ചമ്മന്തിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഈ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് മുറ്റം അടിക്കാനായിട്ട് പോയത്. മുറ്റം അധികം മുറ്റമൊന്നുമില്ല, ചെറിയ മുറ്റമാണുള്ളത്. അതങ്ങനെ കച്ചറ ആവാറൊന്നുമില്ല. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രം അടിച്ചാലും മതി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലെ ബാക്കി എല്ലാ പണികളും തീർത്തത്. ചോറൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഉപ്പേരി വെന്ത് വരുന്നേ ഉള്ളൂ. ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ക്യാരറ്റ് ഉപ്പേരി ആക്കാമെന്ന് കരുതി അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. വൻപയർ കറിയാണ് വെച്ചിട്ട്. ഞങ്ങളിവിടെ വെള്ളപ്പയർ എന്നാണ് പറയാറ്. ഇവിടെ എല്ലാവരും വെള്ളപ്പയർ തന്നെയാണ് പറയുക. അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട്. കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞു. കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കിച്ചണിൽ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചു. ഇനി അതൊക്കെ വെള്ളം പോയി കഴിഞ്ഞിട്ട് അതത് സ്ഥാനത്ത് എടുത്ത് വെച്ചാൽ മതി. അതിനിടയിൽ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെയാണ് തുടയ്ക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇന്ന് തുടയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അഴുക്ക് കണ്ടപ്പോൾ പിന്നെ എന്തായാലും തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വ്ളോഗ് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്ന ഭാഗങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് മാറിയത്. ചില സമയത്ത് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുക്കാനായിട്ട് മറന്നു പോവും. വ്ളോഗ് എടുക്കുന്ന കാര്യം തന്നെ മറന്നു പോവും.
എന്തായാലും ഇന്ന് പല ഭാഗങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വൈകും. പിന്നെ അങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയത്ത് തന്നെ താത്തയും മക്കളൊക്കെ വന്നു. താത്താൻ്റെ മോൻ്റെ പല്ല് പറിക്കണം, അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഗേറ്റും വാതിലും ഒക്കെ അടച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഓട്ടോ കിട്ടുമ്പോൾ ഓട്ടോയിൽ കയറി പോകണം. ഈ സമയത്ത് ഇവിടെ ബസ്സൊന്നുമില്ല, ചില സമയത്ത് മാത്രമേ ബസ്സുള്ളൂ. അപ്പോൾ ഓട്ടോ തന്നെയാണ് ആശ്രയം. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഞാൻ ചെറിയ വീഡിയോസൊക്കെ ഒന്ന് ആഡ് ചെയ്തതാണ്. മോൻ എവിടെ പോവുകയാണെങ്കിലും ഞാൻ തന്നെ അവനെ എടുക്കണം. ഞാൻ എവിടെയാണ് എന്നുള്ളത് നോക്കി അവൻ എടുക്കാനായിട്ട് വാശി പിടിച്ച് കരയും കേട്ടോ. എപ്പോഴും ഞാൻ തന്നെ അവനെ നോക്കുന്നത് കൊണ്ടായിരിക്കും എവിടെ പോവുകയാണെങ്കിലും ഞാൻ തന്നെ എടുക്കണം. പിന്നെ അങ്ങനെ ക്ലിനിക്കിലെത്തി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ അധിക നേരമൊന്നും ഇരിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് പല്ലൊക്കെ പറിച്ചു. പല്ല് ആടുന്ന പല്ലാണ്, പാൽപ്പല്ലാണ്. അതുകൊണ്ട് തന്നെ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി മോൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി കടയിലേക്ക് കയറി. ഡ്രസ്സ് എടുക്കാനായിട്ട് അധികം നേരം നിൽക്കരുത് എന്നുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് ഇങ്ങനെ കാണുമ്പോൾ കുറേ നേരം മാറ്റി മാറ്റി നിന്ന് നോക്കാനായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഇത്തവണ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് പൊതുവേ ഇങ്ങനെ വലിച്ചിടുന്ന പരിപാടികളൊന്നും ഇഷ്ടമല്ല. ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് വരണം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. പിന്നെ അവരിങ്ങനെ ഓരോന്ന് എടുത്തിടുന്നത് കൊണ്ട് അങ്ങനെ നോക്കി നിന്ന് പോവും. എന്തായാലും ഇന്ന് അങ്ങനെ സമയം കളയാനൊന്നും നിന്നില്ല. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പെട്ടെന്ന് തന്നെ കിട്ടി. അതുകൊണ്ട് തന്നെ വേഗം കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് നേരെ അക്ഷയിലേക്കാണ് പോയത്. അക്ഷയിൽ കുറച്ച് പേപ്പർ വർക്കൊക്കെ ശരിയാക്കാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ പുറത്ത് വന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് വണ്ടിയൊക്കെ കണ്ട് നിന്നപ്പോൾ അവനൊന്ന് ഓക്കെ ആയി. പിന്നെ അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാവർക്കും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വെയിലും ചൂടും ഒക്കെ അല്ലേ, അപ്പോൾ തണുത്തത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മോനിങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെയാണ് അവൻ്റെ ഓരോരോ ഭാവങ്ങളും മാറുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. കൂളായി ഇരുന്ന ആൾ പെട്ടെന്ന് കരയാനായിട്ട് തുടങ്ങി. കരയാൻ തുടങ്ങിയില്ല, കരഞ്ഞില്ല, കരച്ചിൽ വരാനായിട്ട് തുടങ്ങി. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ. നല്ല രസമുണ്ട് അവൻ്റെ ഓരോരോ കാര്യങ്ങളും കാണാനായിട്ട്. പിന്നെ ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ച കാര്യമാണിത്. കഴിഞ്ഞ വീഡിയോയ്ക്കുള്ള റെസ്പോൺസ് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേര് കമൻസും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ പ്രസൻറ്റേഷൻ നല്ലതാണെന്നും സംസാരിക്കുന്നത് നല്ല രസമുണ്ട് എന്നുള്ള കമൻസൊക്കെ ഞാൻ കണ്ടു. ഇങ്ങനെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. ഇനിയും ഇതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. എൻ്റെ പ്രസൻറ്റേഷനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാം ശരിക്കും പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാലും ഇതുപോലെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇതുപോലുള്ള വാക്കുകളാണ് ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു പ്രചോദനം തരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആർക്കും നഷ്ടമില്ലാത്ത ഒരു കാര്യമല്ലേ അത്. ചെയ്യാൻ ഒട്ടും നിങ്ങൾ മടി കാണിക്കേണ്ട. നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിജയം അതിലൂടെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ലൈക്കും കമൻറ്റും ചെയ്യണേന്നുള്ളത് ഞാൻ പറയുന്നത്. പിന്നെ ടൗണിലേക്ക് വന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരു ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വ്ലോഗായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ ഓക്കെ, ബൈ.